അപ്പോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന താരമാണ് AR റഹ്മാൻ. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വ്യക്തിയുടെ സ്വകാര്യതകളിലേക്ക് കടക്കുന്നത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അവരായി അവരുടെ പാടായി. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സ്വകാര്യതകൾ കൊണ്ടുവരുന്നവരോടാണ് നമുക്ക് ഈ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. നമ്മുടെ സ്വകാര്യതകള്, കുടുംബകാര്യങ്ങൾ ഇതൊക്കെ സ്വകാര്യമായി സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഇവരെ ആരെയും വിധേയരാക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇവർ തന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് പബ്ലിക്കിൽ ഇട്ടിട്ട് അലക്കുമ്പോൾ, ഇത്തരം കമന്റ്സുകൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഒന്നും പറയാനില്ല. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് AR റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ വിവാഹമോചന കേസാണ്. സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചിതരാകാൻ പോകുന്നു എന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അന്നു മുതൽ തന്നെ വിഷയം ഏറെ വൈറലാണ്. ദമ്പതികൾ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് സൈറയുടെ അഭിഭാഷകയായ വന്ദന ഷായാണ് ഒരു പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. AR റഹ്മാൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന സംഗീതജ്ഞൻ എന്ന നിലയില് ആ വിവാഹമോചന വാർത്തയ്ക്ക് മീഡിയയിൽ ഏറെ പ്രാധാന്യമുണ്ട്. 1995 സൈറ ബാനുവും AR റഹ്മാനും വിവാഹിതരാകുന്നത്. ഇവർക്ക് 3 മക്കളുമുണ്ട്. വിവാഹമോചന വാർത്ത വന്നതിന് പിന്നാലെ വീണ്ടും ചർച്ചയാകുന്നത് AR റഹ്മാന്റെ മതം മാറ്റമാണ്. സൈറയെ വിവാഹം കഴിക്കാനാണ് മതം മാറിയത് എന്നും മതം മാറിയതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ AR റഹ്മാൻ ഉണ്ടായിരുന്നുവെന്നും ഉൾപ്പെടെ ഒട്ടനവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെ രസകരം, AR റഹ്മാനെ പരിഹസിച്ചുകൊണ്ടും ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ ആളുകളെ മാത്രം മതിയെന്നും ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയാണ് റഹ്മാൻ അറ്റം വെട്ടിയതെന്നും ഇസ്ലാം മതം സ്വീകരിച്ചതെന്നും ഒക്കെയുള്ള ഒരുപാട് കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ വിവാഹമോചന വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വായിക്കുന്നതിനു വേണ്ടി മാത്രം ഇദ്ദേഹത്തിന്റെ ലിങ്കുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സ്റ്റുഡിയോ ഇടാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സൈറയെ വിവാഹം ചെയ്തത് എന്നും പറഞ്ഞു കേൾക്കുന്നു. ഒരേ സമയം 5 സ്ത്രീകളെ ഭാര്യമാരായി വെക്കാമെന്നതുകൊണ്ട് മാത്രമാണ് റഹ്മാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നും മതം മാറിയിട്ടിപ്പോൾ എന്ത് കിട്ടിയെന്നും ട്രൈബൽസ് ആയിരുന്നു അവരെല്ലാം എന്നും അപമാനം കൊണ്ട് മാത്രമാണ് മതം മാറിയതെന്നും മുസ്ലിമായാൽ സൗഭാഗ്യമാണെന്നും പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാനിന് ദാരിദ്ര്യം തുടങ്ങിയ ഏറെ കമന്റുകളാണ് AR റഹ്മാന്റെ വിവാഹമോചന വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ താൻ മതം മാറിയത് പിതാവിന്റെ മരണശേഷമാണെന്നും ഒരു സൂഫി വര്യനാണ് തന്റെയും കുടുംബത്തിന്റെയും മതം മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുമാണ് AR റഹ്മാൻ പ്രതികരിച്ചത്. താൻ സൈറയെ വിവാഹം ചെയ്യുന്നതിനായോ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചാൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുമെന്നോ റഹ്മാൻ ഇതുവരേക്കും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം വിവാഹമോചന വാർത്തയിൽ പ്രതികരിച്ച് AR റഹ്മാനും രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ വിവാഹ ജീവിതം മഹത്തരമായ 30 വർഷങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ ഒരു അവസാനമുണ്ട്. തകർന്ന ഹൃദയഭാരം ദൈവത്തിന്റെ സിംഹാസനം പോലും വിറപ്പിക്കുമെന്നും എന്നിരുന്നാലും ഈ തകർച്ചയിൽ ഞങ്ങൾ ഒരു അർത്ഥം കണ്ടെത്തുന്നു എന്നുമാണ് AR റഹ്മാൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. തകർന്നു പോയത് ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കില്ല. വളരെ മോശം സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന സമയമാണിത്. അതിനാൽ തന്നെ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചതിനും നിങ്ങളുടെ ദയയ്ക്കും എല്ലാ സുഹൃത്തുക്കളോടും നന്ദി അറിയിക്കുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ റഹ്മാൻ ആവശ്യപ്പെടുകയാണ്. മാതാപിതാക്കളുടെ വിവാഹമോചന വാർത്തയിൽ പ്രതികരിച്ചു മക്കളും രംഗത്തെത്തിയിട്ടുണ്ട്.
തങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് മക്കളായ ഖദീജ, റഹീമ, അമീൻ എന്നിവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചത്. നിലവിലെ സാഹചര്യം മനസ്സിലാക്കുന്നതിന് നന്ദി പറയുകയാണെന്നും മൂന്ന് പേരും പ്രതികരിച്ചിട്ടുണ്ട്. ഇത് തങ്ങളുടെ മാതാപിതാക്കളുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. അവിടെ പോയി തലയിട്ട് ഉപദേശങ്ങൾ നൽകി കരയുന്ന ഇമോജി ഇടാൻ നമുക്ക് അവകാശമില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം അവർക്കറിയാം. അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെയ്യാൻ അവരെ അനുവദിക്കണമെന്നാണ് റഹ്മാന്റെ മൂത്ത മകളായ ഖദീജയുടെ പ്രതികരണം. ബുദ്ധിയും വിവേകവും പൊതുബോധവുമുള്ള മക്കൾ ഈ രൂപത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം മാതാപിതാക്കൾക്ക് യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും മേഖലകളുണ്ട്. അവർക്ക് യോജിക്കാൻ സാധിക്കുമെങ്കിൽ യോജിച്ചും, വിയോജിക്കാനാണ് താല്പര്യമെങ്കിൽ വിയോജിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് അർഹതയുണ്ട്. അതില് പുറത്തുനിന്നുള്ള ആളുകൾ കയറി നിങ്ങൾക്ക് അങ്ങനെ പോയിക്കൂടെ, നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൂടെ, നിങ്ങൾ എന്താണ് അങ്ങനെ ഈ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേണ്ട എന്നാണ് മക്കളടക്കം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഞെട്ടലോടുകൂടിയാണ് AR റഹ്മാന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ വിവാഹമോചന വാർത്ത കേൾക്കുന്നത്. ഇത്രയേറെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ദമ്പതികൾ എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞത് എന്ന ചോദ്യമാണ് എല്ലാവർക്കും AR റഹ്മാനോട് ചോദിക്കാറുള്ളത്. ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ വാചാലനാകുമായിരുന്ന റഹ്മാൻ എന്താണ് സംഭവിച്ചത്? സംഗീത ലോകത്ത് ഒന്നും ഓർക്കാതെ ജോലി ചെയ്യാനും കലാപരിപാടികളുമായി ലോകം ചുറ്റാനും ഭാര്യ നൽകിയ പിന്തുണയെ കുറിച്ച് റഹ്മാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അതുമാത്രവുമല്ല, റഹ്മാൻ ആദ്യമായി സംവിധാനം ചെയ്ത ലേ മസ്ക് എന്ന സിനിമയ്ക്ക് പ്രചോദനം സൈറയാണെന്നും AR റഹ്മാൻ പലതവണ പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്. പലരെയും പുറത്താക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. പലരുടെ കമന്റ്സും ഡിലീറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ അഡ്മിന്മാരാരും വന്നില്ല, അവരറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞാൻ അവരെ അറിയിക്കാനും മറന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരാരെങ്കിലും വരുന്നത് വരെ ഇവർ കിടന്ന് അഴിഞ്ഞാടട്ടെ. അത് കഴിഞ്ഞിട്ട് അവരാരെങ്കിലും വന്നിട്ട് നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ഞാൻ തന്നെ അവരെ എന്നേക്കുമായിട്ട് നമ്മുടെ ചാനലിൽ നിന്നും ബൈ ബൈ പറഞ്ഞു വിടും. അതുവരെ അവർ കിടന്നൊന്ന് ആർമാദിച്ച് കളിക്കട്ടെ. ഇപ്പോൾ പെർഫ്യൂമുകൾ സൈറയ്ക്ക് വലിയ ഇഷ്ടമാണെന്നും ഒരാളുടെ പെർഫ്യൂം കുറച്ചു ദൂരത്തേക്ക് നിന്നാൽ പോലും അത് ഏതാണ് എന്ന് പറയാൻ പറ്റുന്ന അത്ര എക്സ്പേർട്ട് ആണെന്നും കസേരയിൽ ഇരിക്കുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ മണം കിട്ടുന്ന വെർച്വൽ റിയാലിറ്റി മോഡലുള്ള സിനിമയ്ക്കായിട്ട് നല്ല പെർഫ്യൂം വാരി വീശാൻ ലണ്ടനിലെ മികച്ച കമ്പനിയെ തന്നെ റഹ്മാൻ തിരഞ്ഞെടുത്തത് ഭാര്യയുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് എന്ന തോതിലുള്ള വാർത്തകളും റഹ്മാൻ തന്നെയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത്. റെനി ബി ഓക്കെ, റെനി വന്നില്ലേ? മുകളില് കുറെ കാക്കമാര് കിടന്ന് പൂണ്ട് വിളയാടുന്നുണ്ട്. ഡ്യൂട്ടി അധികമാണ് കേട്ടോ, വേറെ ആരെയും കണ്ടില്ല. ഇപ്പോൾ താൻ ധരിക്കുന്ന വസ്ത്രത്തിനും ഫാഷനും പിന്നിൽ സൈറയാണ് എന്ന് അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സൈറയുടെ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഗംഭീരമാകാറുണ്ടെന്ന് റഹ്മാൻ തന്നെയാണ് പല വേദികളിലും പറഞ്ഞിട്ടുള്ളത്. സൈറയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രശസ്ത ഫാഷൻ ഡിസൈനറായ സബ്യാസാജി മുഖർജിയാണ് പലപ്പോഴും റഹ്മാന്റെ വസ്ത്രങ്ങൾ ഒരുക്കിയിരുന്നത്. റഹ്മാന്റെ സ്റ്റൈലിന് പിന്നിൽ ഭാര്യയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. കറുപ്പ് എലഗന്റ് നിറമാണ് എന്ന് വിശ്വസിച്ച സൈറ പലപ്പോഴും കറുപ്പ് നിറമാണ് റഹ്മാന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. സ്റ്റൈലിംഗ് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന വ്യക്തിയാണ് തന്റെ ഭാര്യയെന്നും ഭാര്യ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ തനിക്ക് കൂള് ലുക്ക് നൽകുന്നതുമാണ് സൈറ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഭാര്യയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് താൻ കരുതുന്നതെന്നും റഹ്മാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് താൻ ധരിക്കുകയും ചെയ്യുന്നു എന്നാണ് മുമ്പ് റഹ്മാൻ പറഞ്ഞത്. 10-15 വർഷമായി താൻ പൊതുവേദിയിൽ എത്തുന്ന എല്ലാ ലുക്കിന് പിന്നിലും സൈറയാണ് എന്ന് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ സെലക്ഷൻ റഹ്മാനും ഇഷ്ടമായിരുന്നു. അതുപോലെ കറുപ്പല്ലാത്ത മറ്റേതെങ്കിലും നിറങ്ങൾ കൂടി പരീക്ഷിച്ചുകൂടെ എന്ന് മാത്രമാണ് റഹ്മാൻ ആകെ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം മുൻനിർത്തി സ്റ്റൈൽ ചെയ്യാൻ ഭാര്യ തയ്യാറായിരുന്നു. അത്രയ്ക്ക് സ്നേഹത്തോടെ സഹകരണത്തോടെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ഇഷ്ടങ്ങൾ പരസ്പരം അഭിമാനിച്ചും ബഹുമാനിച്ചും
ഇഷ്ടത്തോടുകൂടി പങ്കുവച്ചും സ്വീകരിച്ചും പോയിരുന്ന ഇവർക്ക് എന്തു പറ്റി എന്നാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ ഫാൻസ് തന്നെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഈ സാഹചര്യത്തിൽ പ്രസക്തി ഏറെയുണ്ട്. അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ ചോദ്യമാണത്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാൻ ഒരുപാട് ആകാംക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നത്. AR റഹ്മാനും സൈറ ബാനുവിനും ഇടയിൽ ഒരു വർഷത്തിനിടയിൽ എന്തൊക്കെയോ പുറത്തു പറയാൻ സാധിക്കാത്ത മാരകമായ വസ്തുതകൾ, വിഷയങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഫാൻസ് കുറിക്കുന്നത്. അത് എന്താണ് എന്ന് അവര് രണ്ടുപേരും പുറത്തു പറയേണ്ടതുണ്ട്. പക്ഷേ അവരത് പുറത്തു പറയാത്ത സ്ഥിതിക്ക് പുറം ലോകം അതറിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഫാൻസ് തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പൊ സ്വകാര്യതകളെ മാനിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു AR റഹ്മാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വിവാഹമോചന പ്രഖ്യാപനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അദ്ദേഹത്തിന്റെ ഫാൻസ് തന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 29 വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് സ്ഥിരീകരിച്ച് AR റഹ്മാൻ പങ്കുവച്ച എക്സിലെ കുറിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. എക്സിൽ പങ്കുവച്ച കുറിപ്പിനൊടുവിൽ റഹ്മാൻ ചേർത്ത ഹാഷ്ടാഗിനെതിരെയാണ് വിമർശനം ശക്തമായിരിക്കുന്നത്. ഇപ്പോ അദ്ദേഹം ARR സൈറ എന്നെഴുതിയിട്ട് എ ബ്രേക്കപ്പ് എന്നാണ് റഹ്മാൻ പങ്കുവച്ച ടാഗ്. വിവാഹമോചനം സ്ഥിരീകരിക്കുന്ന കുറിപ്പാണ് റഹ്മാൻ ഇത്തരത്തിൽ ഒരു ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കുറിപ്പിൽ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് റഹ്മാൻ ആവശ്യപ്പെടുന്നുണ്ട്. സ്വകാര്യതയെ മാനിക്കണം എന്ന് പറയുന്ന കുറിപ്പിൽ പോസ്റ്റ് കൂടുതൽ പേരിൽ എത്തിക്കാൻ ഹാഷ്ടാഗ് ഉപയോഗിച്ചതിനെയാണ് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചും വിമർശനം ഉയരുന്നു. സ്വകാര്യത മാനിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളു തന്നെ ഹാഷ്ടാഗ് ട്രെൻഡ് ഉണ്ടാക്കുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. 1000 വട്ടം ചത്തൂടെ എന്ന് ഇദ്ദേഹത്തെ പരിഹസിക്കുന്ന കമന്റുകളും ഏറി വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ആരാണ് ഹാഷ്ടാഗ് ഉണ്ടാക്കുക എന്ന് ചോദിച്ച മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ അഡ്മിൻ ടീമിനെ ഇപ്പോൾ തന്നെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം റഹ്മാന്റേത് പൊറുക്കപ്പെടാവുന്ന തെറ്റാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ അത്ര വിദഗ്ധനല്ലെന്നും മറ്റുള്ളവർ കമന്റ് ചെയ്യുന്നുണ്ട്. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് വിവാഹമോചനത്തെ കുറിച്ച് ഇരുവരുടെയും സംയുക്ത പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. പരസ്പര ധാരണയോടെ ഇരുവരും പിരിയുകയാണ് എന്ന് പ്രസ്താവനയിൽ പറയുന്നു. പരസ്പരം ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് തുടരാൻ പറ്റാത്ത രീതിയിലുള്ള വിടവ് രണ്ടുപേരുടെയും ബന്ധത്തിൽ രൂപപ്പെട്ടു എന്നും അതാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും അഭിഭാഷക വന്ദന ഷാ പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട്. വിഷമകരമായ ഈ സാഹചര്യത്തിൽ ഇരുവരുടെയും സ്വകാര്യത മാനിക്കണമെന്ന് വക്കീലും അഭ്യർത്ഥിക്കുന്നുണ്ട്. അജ്മലിന് എന്താ വേണ്ടതെന്ന് കൊടുക്ക്. ബുഖാരി റെനെ അലോസരപ്പെടുത്തുകയാണെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്. നമുക്ക് എന്തിനാണ് ഇത്തരം ശവങ്ങളെ പേറേണ്ട കാര്യം എന്താണ്? അജ്മലെ, നമ്മളൊരു സൈറ്റിൽ വന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോകാൻ ഒരു സാമാന്യ ബുദ്ധി കാണിക്കണം. നമുക്ക് താല്പര്യമില്ലേ അവിടെ നിൽക്കുന്നത്? അതാണ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നത് അവന് മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ ചാറ്റിൽ നിൽക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ അവനായിട്ട് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നമ്മൾ അടിച്ചോടിച്ചു വിടണം. കാരണം അവൻ ഇഷ്ടമുള്ള രൂപത്തിൽ സംസാരിക്കാൻ ഞാൻ അവൻ ശമ്പളത്തിന് വെച്ചിരിക്കുന്ന ആളല്ല. അജ്മലിനെ പറഞ്ഞു വിട്ടേക്ക്. അജ്മലെ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളാണ്. പോയിക്കോട്ടെ. പാവം.
ആളെ വലിയ തിരക്കുള്ള ആളാണ്, പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ ഓടി വന്നതാണ്. അയാൾക്ക് പോയിക്കോട്ടെ. അപ്പോൾ പിന്നീടാണ് ഈ വിവാഹമോചന വിവരം സ്ഥിരീകരിച്ച് AR റഹ്മാനും രംഗത്ത് വരുന്നത്. ആദ്യം ഇദ്ദേഹം ഒരു ഹാഷ്ടാഗ് ടെക്സ്റ്റിൽ ഒരു പോസ്റ്റ്, പിന്നീട് ഇവരുടെ തന്നെ അഡ്വക്കേറ്റ് ഒരു പോസ്റ്റ് ഇടുന്നു, പിന്നീട് AR റഹ്മാൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. ഈ ബന്ധം 30-ലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ടെന്നും തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കും, അങ്ങനെയാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത്. വീണ്ടും പഴയപടിയായിട്ടില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ്. ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിന് ഞങ്ങളോട് നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോടടക്കം നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് റഹ്മാൻ പറഞ്ഞത്. ആയിരത്തി 1995 മാർച്ച് 12-നാണ് റഹ്മാനും സൈറയും വിവാഹിതരായത്. വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയായിരുന്ന ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. അതാണല്ലോ ജോർജ്, നമ്മൾ പറയുന്നതും അത് തന്നെയാണ്. താല്പര്യമില്ലേ കളഞ്ഞിട്ട് പോണം. അജേഷേ, താമസിച്ചു പോയോ? ഇവിടെ അജേഷിന്റെ ഒരു കുറവ് നല്ലതുപോലെയുണ്ട്. ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടുകയാണ്. ചെകുത്താൻ വന്നോ? ഓക്കെ. അപ്പോ 2 പേര് തമ്മിൽ യോജിച്ചു പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. ആ വിയോജിപ്പ് പ്രകടമായി രേഖപ്പെടുത്തി അവർ ഒഴിയാൻ തീരുമാനിച്ചു. 2 പേരും സെപ്പറേറ്റഡ് ആകാൻ തീരുമാനിച്ചു. ഇതാ പ്രശ്നം. അയാൾ മുറിയനായത് 4 കെട്ടാനാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അയാളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലോകം കണ്ട മികച്ച സംഗീതജ്ഞരിൽ ഒരാളാണ് AR റഹ്മാൻ, തർക്കമില്ല. ഓസ്കാർ ജേതാവ് കൂടിയായ അദ്ദേഹത്തെ മദ്രാസിന്റെ മൊസാട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 30 വർഷമായി സംഗീത മേഖലയിൽ സജീവമായി നിൽക്കുന്ന AR റഹ്മാന്റെ ആസ്തിയെ പറ്റിയുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുകയാണ്. 1000 കോടിയിലധികം ആസ്തിയുള്ള സംഗീതജ്ഞനാണ് അദ്ദേഹം എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ 11ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സംഗീത ലോകത്തേക്ക് എത്തിയത്. ഗായകരായ സാക്കിർ ഹുസൈൻ, കുന്നുകുടി വൈദ്യനാഥൻ, എൽ ശങ്കർ എന്നിവരോടൊപ്പം ലോക പര്യടനം നടത്താൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നു. 1992 മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. അതോടെ ഇന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി AR റഹ്മാൻ മാറി. വൈകാതെ തന്നെ ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 30 വർഷത്തെ സംഗീത യാത്രയിൽ 2000-ലധികം ഗാനങ്ങൾക്കാണ് അദ്ദേഹം ഈണം പകർന്നത്. നിലവിൽ 1748 കോടി രൂപയുടെ ആസ്തിയുണ്ട് AR റഹ്മാന് എന്നാണ്, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സംഗീതജ്ഞൻ എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ. ഒരു പാട്ടിന് 8 മുതൽ 10 കോടി വരെയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നതെന്നും തത്സമയ സംഗീത പരിപാടികൾക്ക് 1 മുതൽ 2 കോടി രൂപ വരെയും അദ്ദേഹം വാങ്ങുന്നുണ്ട് എന്നും അറിയാം. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രശസ്തി. ലോകമെമ്പാടും ആരാധകരുള്ള സംഗീത സംവിധായകനും ഗായകനുമാണ് AR റഹ്മാൻ. 2009 പുറത്തിറങ്ങിയ സ്ലം ഡോഗ് മില്യണയർ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആഗോള പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഓസ്കാർ പുരസ്കാരവും ലഭിച്ചു. ബാഫ്റ്റ, ഗോൾഡൻ ഗ്ലോബ്, ഗ്രാമി ഈ പുരസ്കാരമൊക്കെ അദ്ദേഹത്തെ തേടി വന്നിട്ടുള്ളതാണ്. എന്നാൽ 29 വർഷം നീണ്ട തങ്ങളുടെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതായി AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വെളിപ്പെടുത്തിയത് ആരാധകർക്കിടയിൽ ചർച്ചയായി. സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യമായിട്ട് തന്നെ ഈ വിവരം ജനങ്ങളെ അറിയിക്കുന്നത്. ചൊവ്വാഴ്ച ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് AR റഹ്മാനും ഭാര്യ സൈറയും തങ്ങൾ വിവാഹമോചിതരാകാൻ പോകുന്നു എന്ന കാര്യം അറിയിക്കുന്നത്. മാതാപിതാക്കളുടെ വിവാഹമോചനത്തെ
ശരിവെച്ചുകൊണ്ട് മക്കളും രംഗത്തെത്തിയതോടുകൂടി ആരാധകർ കൂടുതൽ ദുഃഖത്തിലായി. മക്കളായ അമീനാണ് വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത്. തങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള സമീപനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നായിരുന്നു അമീൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഞങ്ങളൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നിങ്ങളുടെ പിന്തുണ ലഭിക്കണമെന്നും ഒക്കെയാണ് റഹിമയുടെ കുറിപ്പ് വൈറലായത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയെ ബഹുമാനിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പരിഗണന നൽകിയതിന് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്നാണ് റഹിമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. വിവാഹമോചന വാർത്തയെ ശരിവെച്ചുകൊണ്ട് ഒരുപാട് വാർത്തകൾ രംഗത്ത് വരുന്നു. അതിനേക്കാൾ ഒക്കെയേറെ AR റഹ്മാനും ഭാര്യ സൈറയും പ്രതികരിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും നമ്മുടെ ആളുകളല്ലേ, വിവാദം അവസാനിക്കുന്നില്ല. ഇനി ഇവർക്കറിയേണ്ടത്, ഇത്രയും കോടികളുള്ള AR റഹ്മാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ സൈറ ബാനുവിന് എന്ത് ജീവനാംശം കൊടുക്കും? ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ ജഡ്ജിമാര് തീരുമാനിക്കുവാണ്. അവരിനി എങ്ങനെ മുന്നോട്ട് പോകും, ഇവരുടെ ഇനി അവസ്ഥ എന്താണ്, മറ്റവരെന്താണ്? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായ നിഷ്കളങ്ക കലാകാരി എന്നറിയപ്പെടുന്ന ഒരു താത്തയുണ്ട്, സെലീന. അവരെ കാണണമെങ്കിൽ 10,000 രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിനെ പ്രതികരിച്ച് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ എടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയ തീരുമാനിക്കുവാണ് പല കാര്യങ്ങളും. ഓരോരുത്തരുടെയും തലയിലെഴുത്ത് എന്താകണമെന്ന് സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ AR റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിന്റെയും വിവാഹമോചന വാർത്തകൾ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇവിടെ ചോദ്യം അവശേഷിക്കുന്നത്, ഒരു മുസ്ലിമാണല്ലോ, ഇപ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങത്തില്ലേ? AR റഹ്മാൻ സമ്പന്നനാണ്, പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളാണ്. അത്തരം ആളുകളുടെയൊക്കെ വിവാഹമോചനം നടന്നാൽ പഠിച്ചോന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, ഈ താങ്ങി നിർത്തിയ അള്ളാഹുവിന്റെ സിംഹാസനം താങ്ങി നിർത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് മലക്കുകൾ, അവരുടെ തോളുകൾ വല്ലാതെ ബുദ്ധിമുട്ടത്തില്ലേ, വേദനിക്കത്തില്ലേ? ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമെന്ന് പറയുന്ന മതപുരോഹിതർ എവിടെ പോയി? ഈ മതനിയമങ്ങളെല്ലാം സാധാരണക്കാരന് പാലിക്കാനുള്ളതും ഇത്തരക്കാർക്ക് ലംഘിക്കാനുള്ളതുമാണ്. ഇപ്പോൾ സൈറയ്ക്ക് എന്ത് വിവാഹ ജീവനാംശം നൽകി വിവാഹമോചനത്തിന് പിന്നാലെ ഇതാണ് ചർച്ച. അതായത് ഇവരാണ് കോടതി, ഇവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ ചിലരും നിവർന്നങ്ങിടിയിരിക്കും. ഇവരെത്ര കല്യാണം കഴിച്ചു, മാസാമാസം അവരെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കും, അടുത്ത കെട്ടിക്കും, ഒക്കെ ഇവരാ തീരുമാനിക്കുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ സേഫാണ്. മുമ്പൊരു നടി ശ്വേത മേനോൻ അവര് പറഞ്ഞിരുന്നു, ഞാൻ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നെ ഒരുപാട് വിവാഹം സോഷ്യൽ മീഡിയക്കാർ കഴിപ്പിച്ചു. മാസാമാസം എന്റെ ഡിവോഴ്സ് വാർത്തകൾ, പുതിയ കല്യാണം കഴിക്കുന്ന വാർത്തകൾ ഞാനിത് അറിഞ്ഞിട്ടില്ല. അപ്പോ വിവാഹം എന്നത് ഇസ്ലാം മതത്തിലൊരു കരാറാണ്. മീസാഖൻ ഖലീല, ബലിഷ്ഠമായ ഒരു കരാർ. ഇതിനൊരു യോനിക്കൂലി നിശ്ചയിച്ചിട്ടാണ് കല്യാണം. കിടക്കക്കൂലി, കിടന്നിട്ട് കിടക്ക പങ്കിടുന്നുണ്ടല്ലോ, ഇതിനകത്ത് ഈ കരാറിനകത്ത് വീട്ടുകാർ ഒപ്പിടുന്നു. ദാമ്പത്യം തകരുമ്പോഴോ വിവാഹമോചനം നേടുമ്പോഴോ സ്ത്രീക്ക് മഹറായിട്ട് തന്നത് തിരികെ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ജീവനാംശം കൊടുക്കണം. ഇപ്പൊ ഹുൽ എന്ന ഒരു നിയമമുണ്ട്, സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാം, അപ്പോഴും തന്ന മഹർ തിരികെ കൊടുക്കണം. മറ്റത് കൊടുക്കേണ്ട കാര്യമില്ല, ഇവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ജീവനാംശം കൊടുത്താൽ മതി. AR റഹ്മാനുമായി സൈറയുടെ വിവാഹമോചനത്തിന് ശേഷം സാധാരണഗതിയിൽ മഹറിന്റെ പണം മാത്രമേ അവർക്ക് ലഭിക്കത്തുള്ളൂ. എന്നാൽ അടുത്തിടെ ഇറങ്ങിയ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിന്യായത്തിൽ 2024 ജൂലൈ 10 ഒരു മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് കോടതി പറയുന്ന വിധിയും ആളുകൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. അപ്പൊ മുസ്ലിം സമുദായത്തിൽ വിവാഹ സമയം വരൻ വധുവിന് നൽകാനായി നിശ്ചയിച്ചിരിക്കുന്ന യോനിക്കൂലി, കിടക്കക്കൂലിക്ക് പറയുന്ന പേരാണ് മഹർ എന്നുള്ള ഓമന പേരിട്ട് ഇവർ വിളിക്കുന്നത്. കൂലി, ഹേയ് കൂലി, കൂലി, ഇതേ ഉള്ളൂ.
അപ്പൊ സെയ്റയ്ക്ക് എത്ര പണം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് എന്താണ് ചെയ്തത്? ഇനി ഇയാള് മതം മാറിയത്, AR റഹ്മാൻ മതം മാറിയത് സൈറ ബാനു എന്ന മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണോ? ഇന്ത്യയുടെ അഭിമാനമായ ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകനായ AR റഹ്മാൻ 29 വർഷത്തെ സന്തുഷ്ടമായ വിവാഹ ജീവിതത്തിന് ശേഷം ഒരു വിവാഹമോചനം. ഈ പ്രഖ്യാപനത്തെ മക്കളും എതിർത്തില്ല, AR റഹ്മാനും എതിർത്തില്ല, സൈറ ബാനുവും അവരുടെ അഡ്വക്കേറ്റും എതിർത്തില്ല. അപ്പോൾ ഇത് ശരിയാണ്. അവരുടെ അഭിഭാഷകയായ വന്ദന ഷായും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ഇപ്പോൾ ആരാധകർക്കിടയിലാണ് വലിയ രൂപത്തിൽ ചർച്ചകൾ നടക്കുന്നത്. വാർത്തകൾക്കൊപ്പം AR റഹ്മാന്റെ മതപരിവർത്തനത്തെ കുറിച്ചും ചില പഴയ കിംവദന്തികൾ പ്രചരിക്കുന്നു. സൈറ ബാനുവിന് വേണ്ടിയാണ് AR റഹ്മാൻ മതം മാറിയത് എന്നാണ് ഇതിലെ ഉള്ളടക്കങ്ങളിൽ ഒന്ന്. ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? അയാളുടെ സ്വകാര്യതയല്ലേ. വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മതം മാറിയാൽ എന്താ പ്രശ്നം? അയാള് ആ പെണ്ണിന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, സിറിയയിലോ എങ്ങും പോയിട്ടില്ലല്ലോ. സിറിയയിലോ അതല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോയി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. തമിഴ്നാട്ടിലെ ചെന്നൈ, മദ്രാസ് മലയാള ചലച്ചിത്ര സംവിധായകൻ RK ശേഖറിന്റെ മകനായി 1967 ജനുവരി 6-ാം തീയതിയാണ് റഹ്മാൻ ജനിക്കുന്നത്. AS ദിലീപ് കുമാർ എന്ന പേരിൽ ജനിച്ചതിന് ശേഷം ആ പേരിട്ട AR റഹ്മാൻ തുടർച്ചയായി ആത്മീയ യാത്രയ്ക്ക് പിന്നാലെ തന്റെ 23-ാം വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇക്കാര്യം അദ്ദേഹം തന്നെ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. 2000-ൽ അന്നത്തെ CNN, IBN മുതിർന്ന തുടങ്ങിയ ഒരുപാട് മുതിർന്ന മാധ്യമ പ്രവർത്തകന് തുടങ്ങിയ മാധ്യമ ശൃംഖലകളിൽ തന്നെ ഇതൊക്കെ വലിയ രൂപത്തിൽ വാർത്തകളായിട്ടുണ്ട്. അവരൊക്കെ AR റഹ്മാനെ വെച്ചിട്ട് അഭിമുഖം എടുത്തിട്ടുണ്ട്. AR റഹ്മാൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള തീരുമാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അർബുദത്തോട് പോരാടുന്ന അവസാന നാളുകളിൽ പിതാവിനെ ചികിത്സിച്ച സൂഫി വര്യനാണ് തന്നെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് റഹ്മാനും കുടുംബവും സൂഫി വര്യനുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചു. മനഃശാന്തി സമ്മാനിച്ച ആത്മീയ പാതയിലേക്ക് സൂഫി വര്യൻ നയിച്ചെന്ന് ഇതേക്കുറിച്ച് റഹ്മാൻ വിശദീകരിക്കുന്നുണ്ട്. 1989-ൽ, അതായത് ഇദ്ദേഹത്തിന്റെ 29-ാം വയസ്സിൽ AR റഹ്മാൻ കുടുംബങ്ങളോടൊപ്പം ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് അല്ലാഹ് രാഖ റഹ്മാൻ എന്ന പേര് സ്വീകരിക്കുന്നത്. അതാണ് AR റഹ്മാൻ. അല്ലാഹ് രാഖ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഇത് കഴിഞ്ഞ 6 വർഷത്തിന് ശേഷമാണ് റഹ്മാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സൈറ ബാനുവിനെ വിവാഹം കഴിക്കുന്നത്. ഇഹ്സാനുൽ ഹഖൂം നസീമ ബാനു ആണ് സൈറ ബാനുവിന്റെ മാതാപിതാക്കൾ. ഇന്നലെയാണ് 29 വർഷത്തെ വിവാഹ ജീവിതത്തിന് തിരശ്ശീലയിട്ടുകൊണ്ട് ആ വിവാഹമോചന വാർത്ത പുറത്തു വരുന്നത്. രണ്ടുപേരും വേർപിരിയാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തു വരുന്നതും ഇന്നലെയാണ്. അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബന്ധം തുടർന്ന് പോകുന്നതിലെ വൈകാരികമായ സമ്മർദ്ദം, അതിനെ തുടർന്നാണ് അവർ ഈ തീരുമാനമെടുത്തത്. പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരം സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെന്നും സൈറ വ്യക്തമാക്കി. ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ രണ്ടുപേരുടെയും സ്വകാര്യതകൾ മാനിക്കണമെന്ന് അഡ്വക്കേറ്റ് വന്ദന ഷാ പറഞ്ഞത് ഇവരുടെ മാനസിക സമ്മർദ്ദം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ്. മക്കളും കൃത്യമായി പറയുന്നു, അവരുടെ സ്വകാര്യതകളെ നിങ്ങൾ മാനിക്കണം. നിങ്ങൾ അവരുടെ സ്വകാര്യതകൾക്കുമേൽ വലിഞ്ഞു കയറരുത്, നുഴഞ്ഞു കയറരുത്. അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഒഴിവാക്കണം. അവർ പ്രായപൂർത്തിയായവരാണ്. അവരുടെ ജീവിതത്തിൽ എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തീരുമാനിക്കണം എന്നത് അവർക്കറിയാം.
രവി, ഞാൻ കഴിക്കാൻ വെച്ചിരുന്ന മരുന്നെടുത്ത് നിന്റെ അമ്മ കഴിച്ചു. ആ അഹമ്മദ് പാലക്കാട്, ഇതിനകത്ത് എവിടെയാടാ ഞാൻ മതം പറഞ്ഞത്? ഇതിനകത്ത് എവിടെയാടാ വർഗീയതയും വിഭാഗീയതയും ഉള്ളത്? AR റഹ്മാൻ അറ്റം മുറിച്ചത് ഒരുപാട് കെട്ടാനാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിലെ പല ആളുകളും. ഞാനല്ല പറഞ്ഞത്, ഒരുപാട് പേര്. നിന്റെ കാക്കാക്കൂട്ടം തന്നെയാണ് ഈ പറയുന്നതെല്ലാം. അയാൾ 4 കെട്ടിയാലും 5 കെട്ടിയാലും അയാളുടെ സ്വകാര്യതയാണ്. ഇസ്ലാം മതം അയാൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകുമ്പോൾ അയാൾക്ക് കെട്ടാം. പിന്നെ ജീവനാംശം, അതിനും ഇസ്ലാം മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രവാചകൻ കൊടുത്തത് ഉറുമാലാണ് ഭാര്യയ്ക്ക്, ഒരു കഷ്ണം തുണി കണ്ണീര് തുടയ്ക്കാൻ, അതാണ് കൊടുത്തത്. അപ്പോ അത് കൊടുത്താലും മതി, അത് കൊടുത്താലും മതി. കാരണം പ്രവാചകന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ അറിയാത്ത ഒരു പെണ്ണിനെ പ്രവാചകന്റെ തലയിൽ കൊണ്ടുവച്ച് കെട്ടിക്കൊടുത്തു ഇസ്ലാം മുജാഹിദ് വിഭാഗക്കാർ. ഒരു ഉമ്മുഹറാമി, അതുപോലെ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് വന്ന ഒരു പെണ്ണ്. എന്തിനാണോ പറയിപ്പിക്കുന്നത്? പ്രവാചകന്റെ ഭാര്യമാരുടെ പ്രത്യക്ഷമായ ലിസ്റ്റിൽ അങ്ങനെ ഒരു പേരുമില്ല. ആ പെണ്ണിന്റെ ശരീരത്തേക്ക് കൈവയ്ക്കാൻ പോയി നബി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശരീരം നീ എനിക്ക് ദാനം ചെയ്യൂ, ഞാൻ ദാനം സ്വീകരിക്കാൻ മുട്ടി നിൽക്കുവാണെന്ന്. അപ്പോ പെണ്ണ് ചോദിച്ചു, തഹബുൽ മൽക്കത്തിന് സഹാലി സൂക്കച്ച്, അങ്ങാടി പയ്യ, അങ്ങാടി ചെക്ക, ചന്തപ്പട്ടി. ഒരു രാജ്ഞി അവളുടെ ശരീരം ഒരു ചന്തപ്പട്ടിക്ക് സമർപ്പിക്കാൻ. അപ്പൊ നബി പറഞ്ഞു, രാ ഉബൈദ, അബൂ ഉബൈദ, അങ്ങനെ കണ്ടിരുന്ന സഹാബിയുടെ പേര് മറന്നുപോയി. അപ്പൊ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, രാ നല്ല തുണിയൊക്കെ കൊടുത്തിട്ടേ പറഞ്ഞു വിട്ടേക്ക്, അവിടെ നിന്ന് നാട്ടി കിട്ടുമെന്നറിയാം. ഇതായിരുന്നു നബിയുടെ വിവാഹമോചന കരാറ്. വിവാഹം കഴിച്ചതും അറിഞ്ഞില്ല ആ പെണ്ണ്, വിവാഹമോചനം നടത്തിയതും ആ പെണ്ണ് അറിഞ്ഞില്ല. അപ്പോ ഇസ്ലാമില് പുരുഷന് നിങ്ങൾക്ക് ഈ 2 3 നന്നാലോ വിവാഹം കഴിക്കാനുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ചു നൽകുന്നുണ്ട്. ഖുർആനിന്റെ കൽപ്പനയാണ്. ഖുർആൻ അത് അനുവദിച്ചു നൽകുമ്പോൾ അത് സ്വീകരിക്കാമല്ലോ. പെണ്ണിന്റെ അവകാശത്തെ സംബന്ധിച്ച് അള്ളാഹുവിന് യാതൊരു ടെൻഷനും ഇല്ല. നബിക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ആകെ ഉള്ളത്, അയ്യോ മുഹമ്മദേ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിന്റെ വാപ്പയുടെ സഹോദരങ്ങളുടെ മക്കളെ, ഉമ്മയുടെ സഹോദരങ്ങളുടെ മക്കളെ, ആരാന്റെ മക്കൾ അവരുടെ ശരീരം ദാനം ചെയ്യാൻ തയ്യാറായാൽ അത് എല്ലാം നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു മുഹമ്മദേ. എന്നിട്ട് അവസാനം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഞാനിത് നൽകിയത് എന്ന് ഖുർആൻ പറയുന്നതാണ്. 33-ാം അധ്യായമായ അൽ അഹ്സാബിലെ 50, 51, 52, 53 വായിച്ചാൽ മതി. ഏതൊരു മനുഷ്യനും അയ്യോ, ഇതാണോ ഞാൻ ഇത്രയും നാളും ഫോളോ ചെയ്തിരുന്ന ഇസ്ലാം, അത് മനസ്സിലായിക്കോളൂ. ആഷിഫ അവിഹിതമല്ലല്ലോ, കല്യാണം നടത്തിയതല്ലേ, അവർക്ക് കുഴപ്പമില്ലേ? ഇത് നമുക്ക് മാതൃകയായതുകൊണ്ടാണ് പറയുന്നത്. അതവർക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പ്രവാചകൻ ലോകജനങ്ങൾക്ക് മുഴുവൻ മാതൃകാ പുരുഷനാണല്ലോ. ആ മാതൃകാ പുരുഷന്റെ ജീവിതത്തിൽ തള്ളാനൊന്നുമില്ല, കൊള്ളാനേ ഉള്ളൂ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണല്ലോ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഞാൻ 20 കെട്ടിയാലും ആഷിഫ 24 കെട്ടിയാലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇന്ത്യയിലെ ഒരു നിയമമുണ്ട്, ആ നിയമം അനുശാസിക്കും വിധം ജീവിച്ചാൽ മതി. പക്ഷേ പ്രവാചകനത് പറ്റില്ല. പ്രവാചകൻ മാതൃകാ പുരുഷോത്തമനാണ്. ആ പ്രവാചകൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യണം. ആ ഖദീജ, മുസ്ലിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, മത്തി അടുക്കിയതുപോലെ പെണ്ണുങ്ങളെ അടുക്കി കിടത്താം, എന്നിട്ട് അവരുമായിട്ട് മേടിച്ച് ചെയ്യാം. പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തത്. 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, പകൽ 1 മണിക്കൂർ.
11 ഭാര്യമാരുമായും സെക്സ് ചെയ്തിട്ട് ഒരു കുളിയെ പ്രവാചകൻ കുളിച്ചിരുന്നുള്ളൂ എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ള സംഭവം. ആഷിഫ പണ്ടത്തെ കാലം പോലെ ചെയ്യുമോ ഇല്ലേ എന്നുള്ളതല്ല, ആ പ്രവാചകന്റെ ജീവിതത്തിൽ തള്ളാനുള്ളതൊന്നുമില്ല, കൊള്ളാനേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രവാചകന്റെ ഈ മാതൃക എങ്ങനെ പിൻപറ്റും? അവിടെ ഞാൻ മാതൃകയല്ല, ഞാൻ ലോകത്തൊരു പുൽക്കൊടിക്ക് പോലും മാതൃകയല്ല. പ്രവാചകൻ മാതൃകാ പുരുഷനാണ്, അതുകൊണ്ടാണ് പ്രവാചകൻ വിമർശിക്കപ്പെടുന്നത്. ഓക്കെ, നന്ദി. നമുക്കിനി പിന്നീട് കാണാം. ആഷിഫ വളരെ മാന്യമായ പ്രതികരണത്തിന് സന്തോഷം. ആഷിഫയ്ക്ക് മനസ്സിലായല്ലോ, ഒക്കെ പറയാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഒരു വലിയ ഹൈറാണ്. 11 കളി ഒരു കുളി, അതല്ല അനിൽകുമാറെ, അത് പറയുന്ന അത് ചെയ്യുന്നത് പോട്ടെ, അത് പബ്ലിക്കിനോട് പറയാനും മടിയില്ല, ലജ്ജയില്ല. ലോക അവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളും ഇത് മാതൃകയാക്കണമെന്ന് പറയാനും കക്ഷിക്ക് ഉറപ്പില്ലെന്നേ. അതാണ് വലിയ പ്രയാസമായി പോയത്. രുദ്ര വൈകിപ്പോയോ? സാരമില്ല, ഞാൻ 11 മണിക്ക് എന്തായാലും വരും. 11 മണിക്ക് നല്ലൊരു ടോപ്പിക് ഉണ്ട്, നമുക്കിത് എന്താണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യണം. അപ്പോൾ അനിൽകുമാർ നേരത്തെ പറഞ്ഞേ, ഞാനൊന്ന് ഒരുപാട് നോക്കി, കുറേ നേരമായിട്ട് ആദ്യത്തെ കമൻസ് ഒക്കെ നോക്കി ഇവന്മാരും വന്നിട്ട് ഭയങ്കര തെറിവിളിയാണ്. നിങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പിന്നെ തന്നെ മാനേജ് ചെയ്തു, പിന്നെ ഇവരെ ഇഗ്നോർ ചെയ്ത് ഞാനങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ 11 മണിക്ക് വീണ്ടും കാണാം. നന്ദി, ബൈ ബൈ. ഓക്കെ.